എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NS+2 വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ 2024 ഒക്ടോബർ ബാച്ചിൻ്റെ എക്സാം ഫീസ് അടയ്ക്കുന്നതിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എക്സാം ഫീസിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോക്കാം നമുക്ക് എങ്ങനെയാണ്, അതായത് ലേറ്റ് ഫീ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഫൈനൊന്നും കൂടാതെ എങ്ങനെയാണ് അടയ്ക്കാൻ സാധിക്കുന്നത്. അതായത് ജൂൺ 7 മുതൽ 2024 ജൂൺ 7 മുതൽ ജൂലൈ 6 വരെ നിങ്ങൾക്ക് ഫൈനൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും, എക്സാം ഫീ അടയ്ക്കാനായിട്ട് സാധിക്കും. ജൂൺ 7 മുതൽ ജൂലൈ 6 വരെ. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് 150 രൂപ ഓരോ സബ്ജക്റ്റിനും, ഒരു സബ്ജക്റ്റിന് 150 രൂപ വീതം. നിങ്ങൾ 5 സബ്ജക്റ്റാണ് എഴുതുന്നതെങ്കിൽ എത്ര രൂപയാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒരു സബ്ജക്റ്റിന് 150 രൂപ എന്ന നിരക്കിൽ ജൂലൈ 7 മുതൽ ജൂലൈ 16 വരെ, 2024 ജൂലൈ 7 മുതൽ ജൂലൈ 16 വരെ നിങ്ങൾക്ക് സമയമുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ സൂപ്പർ ഫൈനാണ്. 1600 രൂപയാണ് സൂപ്പർ ഫൈൻ. 1600 രൂപ സൂപ്പർ ഫൈനോടുകൂടി ജൂലൈ 17 മുതൽ ജൂലൈ 26 വരെ നിങ്ങൾക്ക് എക്സാം ഫീസ് അടയ്ക്കാവുന്നതാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവരും ഫൈനൊന്നും ഇല്ലാതെ ജൂൺ 7 മുതൽ ജൂലൈ 6 വരെയുള്ള സമയത്ത് തന്നെ അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിച്ചില്ല, എക്സാം ഫീ അടയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ജൂലൈ 7 മുതൽ ജൂലൈ 16 വരെ എന്ത് ചെയ്യാം, ഒരു സബ്ജക്റ്റിന് 150 രൂപ എന്ന നിരക്കിൽ അടയ്ക്കാം. അതും കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വരെ 1500 ആയിരുന്നു സൂപ്പർ ഫൈൻ, ഇപ്പോൾ 1600 ആയിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 17 മുതൽ 26 വരെ അതിനുള്ള സമയമുണ്ട്. എല്ലാവരും ആദ്യമേ തന്നെ ഫൈനൊന്നും ഇല്ലാതെ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ചാപ്റ്റർ വെയിറ്റേജ് മാർക്ക്, മൊഡ്യൂൾസിൻ്റെ വെയിറ്റേജ് മാർക്ക് വെച്ചിട്ട് പാസ്സാകാനുള്ളതെങ്കിലും അങ്ങനെയെങ്കിലും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്